വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കിച്ചൺ ടൂറാണ് കേട്ടോ ചെയ്യണേ. ഇത് നമ്മൾ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കിച്ചണാണ്. ഒരു 8 years ഒക്കെ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കിച്ചണാണ്. ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഇതിൻ്റെ കളർ തീം വരുന്നത് വൈറ്റും വുഡൻ കളറും ആയിട്ടാണ് കേട്ടോ. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ കയറി വരുന്ന ഭാഗത്ത് നമ്മളൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. പക്ഷെ നമ്മളങ്ങനെ ഇരിക്കാറില്ല. പിന്നെ ഇതായ ഒരു വെൽക്കം, ഒരു കുഞ്ഞു വീട് വെച്ചിട്ടുണ്ട് വെൽക്കം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ ഒരു കുഞ്ഞു പോട്ടുണ്ട്, അത് ഒറിജിനൽ പ്ലാന്റ് ആണ് കേട്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ സൈഡിലായിട്ടൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ ഒരു ലോങ് ഷെൽഫുണ്ട്. ആ ഷെൽഫിലാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ, എന്നാൽ എപ്പോഴും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളെ മിക്സീൻ്റെ ജാറ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളും പിന്നെ കുറേ ഇങ്ങനെ അടപ്പുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒരു റെഡ് ബോക്സ് ഉണ്ടോ, അതിൻ്റെ അകത്താണ് കുട്ടികൾക്കുള്ള ഈ മെഡിസിൻ. ഇപ്പം നമുക്ക് പെട്ടെന്ന് പനി അങ്ങനെയൊക്കെ വരുമല്ലോ കുട്ടികൾക്ക്. അപ്പം ഞാനൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കാറ് കേട്ടോ, എന്നാലും എനിക്ക് എടുക്കാൻ എളുപ്പം. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മിക്സി വെക്കാനുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ മേലെ ഇങ്ങനെ നമ്മൾ ഷെൽഫ് കൊടുത്തിട്ടുള്ള 2 ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ്, ബാക്കിയെല്ലാം ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 സൈഡിലുള്ള വൈറ്റ് ഷെൽഫിൽ ഇങ്ങനെ എപ്പോഴും എടുക്കാത്ത ഗ്ലാസ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, കപ്പ് അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ നേരെ കാണുന്ന ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ജഗ്, 2 മഗ്, പിന്നെ ഞാൻ വെറുതെ വരച്ചല്ല പെയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ നമ്മൾ ചായ കുടിക്കുന്ന കുഞ്ഞു ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെ ഓവൻ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഈ സ്പൂണ് ഫോർക്കൊക്കെ വെക്കാനുള്ളതും പിന്നെ ഒരു കുഞ്ഞു ഭരണി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഓർക്കിഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, അത് നമ്മൾ ഐക്യെന്ന് മേടിച്ച കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ താഴെ ഫുൾ സ്റ്റോറേജ് ആണ്, നല്ല ഏരിയ ഉണ്ട് കേട്ടോ, ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഷെൽഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഫുൾ താഴെ ഇങ്ങനെ ഷെൽഫുകളാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ, സ്റ്റീൽ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഈ ഷെൽഫിലും അതേപോലെ കുറച്ച് ചെറിയ നമ്മളെപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ, ചെറിയ ബോക്സൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ കുഞ്ഞു കുറേ സാധനങ്ങൾ, നമ്മൾ ചട്ടിയൊക്കെ ഇല്ലേ, അതൊന്നും എപ്പോഴും കാണാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തൊരു ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വലിയ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ ബക്കറ്റിലൊക്കെ വെച്ചിട്ട് വെക്കാൻ വേണ്ടി പറ്റും. വാഷ് ഏരിയൻ്റെ താഴെ തന്നെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങനെ ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഷെൽഫുകളുണ്ട്. ഇവിടെ നമ്മൾ ഡെയിലി പ്ലേറ്റുകളൊക്കെയാണ്, സ്റ്റീൽ പ്ലേറ്റുകളും അല്ലാത്ത കുറച്ച് സാധനങ്ങൾ. ഓർഡറിലൊന്നും അല്ല കേട്ടോ വെച്ചിട്ടുള്ളത്, നമ്മൾ സ്ഥിരം എടുക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഓർഡർ ഇല്ലാതെ ചില സമയത്ത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വെക്കുമല്ലോ, ചില സമയത്ത് അങ്ങനെയായിരിക്കും. പിന്നെ ഇതേപോലെ ഇങ്ങനെ കട്ട്ലറി സംഭവമുണ്ട്. അതിൻ്റെ നേരെ താഴെ തന്നെ കുറച്ച് അതേപോലെ അല്ലാത്ത കുറച്ച് പ്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഈ ഒരു സംഭവം. ഇതെന്ന് വെച്ചാൽ എല്ലാ സ്പൈസസും നമുക്ക് ഒറ്റ ഓർഡറിൽ കിട്ടും. നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാനൊക്കെ എടുക്കാൻ കുറച്ചൊരു എളുപ്പമാണ്. എല്ലാം ഇങ്ങനെ ഓർഡറിൽ വെക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ എല്ലാം ഒരു റാക്കിൽ തന്നെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. എനിക്ക് ഈ കിച്ചണിൽ ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. പിന്നെ അതേപോലെ ഇവിടെ ഇങ്ങനെ കൂടുതലുള്ള സ്പൈസസ്, പിന്നെ കുറച്ച് ബേക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഈ വൈറ്റ് ബോക്സിലായിട്ട് വെച്ചിട്ടുള്ള ഷെൽഫിൽ വെച്ചിട്ടുള്ളത് ഇങ്ങനെ പരിപ്പ്, ജീരകം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിങ്ങനെ വലിയൊരു ചിമ്മിനി വരുന്നുണ്ട്, അത് ഹാഫ് ലൈൻ്റെ ആണ് കേട്ടോ സ്റ്റൗവൊക്കെ. 4 ബർണർ വരുന്നുണ്ട്. 2 വലുതാട്ടോ, 2 ചെറുതും. നല്ലതാണ്, നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് കുക്ക് ചെയ്യാനൊക്കെ, കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഇതേപോലെ മേലെ ഇങ്ങനെ 2 വൈറ്റ് ഷെൽഫുണ്ട്, അവിടെ ജഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇവിടെ നമ്മൾ പ്ലേറ്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം കേട്ടോ, നമ്മൾ കഴുകിയിട്ട് പെട്ടെന്ന് എളുപ്പത്തിന് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസാണ്. അടിയിൽ ഒരു സംഭവമുണ്ട് ഇങ്ങനെ വെള്ളമൊന്നും ആവാതിരിക്കാം. പിന്നെ ഇതിവിടെ ഇങ്ങനെ ഷുഗർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും സ്റ്റോറേജ് ഏരിയ തന്നെയാണ് വേറെ തന്നെ. പിന്നെ താഴെ ഇങ്ങനെ ഷുഗറും സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതും നമ്മൾ എറണാകുളം എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ നീളത്തിലൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഒരു ബ്രൗൺ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, വുഡൻ കളറിലാണ്. അതിൻ്റെ അകത്ത് വൈറ്റ് ഇങ്ങനെ പോട്ടുകൾ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ അതേപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റോറേജ് ഉണ്ട്. താഴെ അതേപോലെ കുറച്ചധികം നമ്മൾ എന്താ പറയുക ബീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലെല്ലാം
ഇത് കിച്ചണിലുള്ള വിൻഡോ കേട്ടോ. ഇതിന്റെ ആ ഗ്ലാസ് പ്ലെയിൻ ആയിരുന്നു, പക്ഷെ അവിടെ നിങ്ങളിപ്പോൾ ഒരു റെയിൻബോ കളർ കാണുന്നില്ല, ആ ഒരു ഷീറ്റ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഒട്ടിച്ച കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ്, വെയിലൊക്കെ വരുമ്പോൾ ഫുൾ റെയിൻബോ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു പ്ലാന്റ് ഒക്കെ കൊടുത്തു. ഇടയ്ക്ക് മണി പ്ലാന്റും അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ റെയിൻബോ ഉണ്ടാവും കേട്ടോ ഫുൾ ടൈം. നല്ല ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സ്മോൾ കിച്ചൺ ടൂർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.